അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഒരു പളുങ്ക് പാത്രമാണല്ലേ, ഒരു പളുങ്കാണ്. അത് നമ്മൾ താഴത്തിടാനും പാടില്ല, അങ്ങനെ പൊട്ടാതെ മുട്ടാതെ കയ്യിൽ ഇങ്ങനെ സൂക്ഷിച്ചു കൊണ്ട് നടക്കണം. എങ്കിലേ അത് നമ്മുടെ ദാമ്പത്യ ജീവിതം നല്ല സുഖമായിട്ട് പോവുള്ളൂ. ഞാൻ പറയട്ടെ, എൻ്റെ അഭിപ്രായത്തിൽ മാത്രമല്ല, പൊതുവുള്ളൊരു കാര്യം പറയട്ടെ. നമ്മുടെ ദാമ്പത്യ ജീവിതം സുഖകരമാവാനും മനോഹരമാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കുകയും വേണം, അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുകയും വേണം. ഇത് രണ്ടും നമ്മുടെ പങ്കാളികളിൽ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ, പങ്കാളികളോടൊപ്പമുള്ള നമുക്കും പങ്കാളിക്കും ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ദാമ്പത്യ ജീവിതം മനോഹരമാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ദാമ്പത്യ ജീവിതം മനോഹരമാക്കാനുള്ള വേറെ 2 ടിപ്സ് കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് എന്താണെന്ന് വെച്ചാൽ, പങ്കാളി ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടാതിരിക്കുക. അതായത് ആരാണോ ദേഷ്യപ്പെടുന്നത്, മറ്റേ ആൾ അവർ ദേഷ്യപ്പെടുമ്പോൾ നമ്മളും കൂടി ദേഷ്യപ്പെട്ട് എക്സ്ട്രാ ഒരു ഇതാക്കാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാതിരിക്കുക. മനസ്സിലായോ? അതായത് ഇപ്പോൾ പങ്കാളി ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടാതിരിക്കുക, നമ്മൾ കൂളായിട്ട് സംസാരിക്കുക, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക. അവർ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ 4 ഇരട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ദേഷ്യം ഇവിടെയും ദേഷ്യം, ആകെ കുടുംബം മുഴുവൻ പ്രശ്നത്തിലാവും. അപ്പോൾ അതാണ് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. ഇനി 3ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുണ്ടല്ലോ പബ്ലിക്കായിട്ട് വഴക്ക് കൂടാതിരിക്കുക. അതായത് ഇപ്പോൾ ദാമ്പത്യ ജീവിതമാകുമ്പോൾ ചെറിയ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാകും, സ്വാഭാവികം. പക്ഷെ നമ്മൾ വഴക്ക് കൂടുന്ന സമയത്ത് പബ്ലിക്കായിട്ട് വഴക്ക് കൂടാതിരിക്കുക. പബ്ലിക്കായിട്ടെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മക്കളുടെ മുമ്പിൽ വെച്ച് തന്നെ. മക്കളുടെ മുമ്പിൽ വെച്ച് വഴക്ക് കൂടുമ്പോൾ നമ്മുടെ വിചാരം എന്താ വെച്ചാൽ നമ്മുടെ മക്കളല്ലേ എന്നാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ആ മക്കളുടെ ഉപ്പയും ഉമ്മയാണ് നിങ്ങൾ. അപ്പോൾ രണ്ടുപേരും ഒരു ഒറ്റക്കെട്ടായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ അങ്ങനെ വഴക്ക് കൂടുന്ന കണ്ടാൽ എന്ത് ചെയ്യും? അപ്പോൾ അതുകൊണ്ട് തന്നെ പബ്ലിക്കായിട്ട് വഴക്ക് കൂടാതിരിക്കുക. അപ്പോൾ ദാമ്പത്യ ജീവിതം മനോഹരമാക്കാനുള്ള ഒരു 3 ചെറിയ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ജീവിതത്തിൻ്റെ ഭാഗമാക്കുക ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിലേറെ ഇതുപോലത്തെ ടിപ്സും ട്രിക്സും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.